യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ ചിന്ത തുടങ്ങി വയ്ക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 20 മുതലുള്ള വാക്യങ്ങളാണ്. എന്തുകൊണ്ട് ദൈവം അബ്രഹാമിനെ തെരഞ്ഞെടുത്തു എന്ന് ദൂതന്മാർ വിശദീകരിച്ചതിന് ശേഷം അവർ സോദോം ഗോമോറ പട്ടണങ്ങളിലേക്ക് പോയെന്നും അബ്രഹാമോ അവിടെ തന്നെ യഹോവയുടെ മുമ്പാകെ നിന്നു എന്നും നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവം അബ്രഹാമിനോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ മുതൽ ചിന്തിക്കാൻ തുടങ്ങിയത്. നമ്മൾ ഇപ്രകാരം വായിച്ചു: പിന്നെ യഹോവ സോദോമിന്റെയും ഗോമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവും ആകുന്നു. ഞാൻ ചെന്ന് എൻ്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അറിയും എന്ന് അരുളി ചെയ്തു. ദൈവം നീതിമാനാണ് എന്നുള്ളതിന് വ്യക്തമായൊരു തെളിവാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ആരെങ്കിലും ദൈവത്തിന്റെ സന്നിധി ചെന്ന് നമുക്കെതിരെ അക്യൂസ് ചെയ്യുകയാണെങ്കിൽ, ആരോപിക്കുകയാണെങ്കിൽ, ദൈവം നീതിമാനായതുകൊണ്ട് ദൈവം അതിനുവേണ്ടി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് അതെ നമ്മെ പരിശോധിക്കും, നമ്മളോട് സംസാരിക്കും. ദൈവം നീതിമാൻ എന്ന നിലയിൽ നമ്മുടെ ഭാഗം കേൾക്കും എന്നുള്ള ചില ഉറപ്പുകൾ ഈ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ ഇവിടെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദൈവം ഈ ഭൂമിയിലെ മനുഷ്യനെ പോലല്ല. ദൈവം എല്ലാം അറിയുന്നതായ ദൈവമാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ഞാൻ ഈ ഒരു കാര്യം കഴിഞ്ഞ ദിവസം നിങ്ങളോട് സംസാരിച്ചിരുന്നു, പക്ഷേ ഈ വാക്യം ഞാൻ വായിച്ചിരുന്നില്ല. ഈ വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. ഒരു മനുഷ്യൻ പാപം ചെയ്താൽ അവൻ പാപം ചെയ്തതിനെ ദൈവം അറിയുന്നു, ദൈവം കാണുന്നു. കാരണം ദൈവം സർവ്വവ്യാപിയായതുകൊണ്ട്. ഇവിടെ സോദോമിലെ ആളുകൾ പാപം ചെയ്തു എന്നുള്ളത് ദൈവത്തിന് അറിയാം. എന്നാൽ ഇവിടെ അബ്രഹാമിനോട് ദൈവം സംസാരിക്കുമ്പോൾ നീതിമാനായ ദൈവത്തെയാണ് ദൈവം അബ്രഹാമിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അതായത് ദൈവം കണ്ടു എന്നുള്ളത് കൊണ്ട് ദൈവത്തിന് വേണമെങ്കിൽ നീതി നടത്താം, അല്ലെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാം. പക്ഷേ ദൈവം ഇറങ്ങി വന്ന് അവരെ പരിശോധിച്ചിട്ട് മാത്രമേ ദൈവം ആ ന്യായവിധി നടത്തത്തുള്ളൂ എന്നും, അതേപോലെ നമ്മൾ അടുത്ത ദിവസങ്ങളൊക്കെ ചിന്തിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ ഒരു വിഷയത്തിന്റെ മധ്യത്തിൽ ഒരു വ്യക്തി ഇടിവിൽ നിന്ന്, അഥവാ ദൈവത്തിന്റെയും അവിടെയുള്ള ആളുകളുടെ ഇടയിൽ നിന്നുകൊണ്ട് ദൈവത്തോട് സംസാരിക്കുന്നു എങ്കിൽ ആ സംസാരം, ആ പ്രാർത്ഥന അതേ ഈ ദേശത്തേക്കുള്ള ന്യായവിധിയെ നീട്ടിവെക്കാനോ അല്ല ആ ന്യായവിധിയിൽ നിന്നും ആ ദേശത്തെ രക്ഷിക്കുവാനോ കഴിയും എന്നുള്ള പ്രധാനപ്പെട്ട വസ്തുത നമ്മെ അറിയിക്കുന്നുണ്ട്. ഇത് കാണിക്കുന്നത് ദൈവം നീതിമാനാണ് എന്നുള്ള വസ്തുതയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവം നീതിമാനാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഒരു വ്യക്തിക്ക് അനുതപിക്കാനോ മാനസാന്തരപ്പെടാനോ അതേ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുവാനോ ദൈവസ്ഥാനത്തിൽ വന്ന് ദൈവത്തോട് ക്ഷമ യാചിക്കാനുള്ള അവസരമുണ്ട് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. പല ആളുകളും എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഭൂമിയിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾ പറയുന്നതായ ഈ ദൈവം എന്താണ് മിണ്ടാതിരിക്കുന്നത്? വളരെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും അതിദാരുണമായി പീഡിപ്പിച്ചു കൊല്ലുന്നതായ ഈ ലോകത്തിൽ ദൈവം എന്തേ സൈലന്റ് ആയിരിക്കുന്നു എന്ന് ചോദിക്കാറുണ്ട്. ഈ സോദോം ഗോമോറ പട്ടണങ്ങളിലും ഇതേപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് നടന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നതായ അതേ വിഷയങ്ങൾ, അതേ സെക്ഷുവൽ ഇമ്മോറാലിറ്റി മുതൽ അതേ മനുഷ്യനെ കൊല്ലുന്ന കാര്യം വരെ ഗോമോറയിലും സോദോമിലും നടന്നിരുന്നു എന്നുള്ളത് നമ്മൾ ഗ്രഹിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിലെല്ലാം തന്നെ ദൈവം ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. പക്ഷേ ദൈവത്തിന്റെ മുമ്പിൽ അനേകരുടെ നിലവിളി എത്തുമ്പോൾ ദൈവം ഇറങ്ങി വരികയും ആ ദേശത്തെ ന്യായവിധിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതിന്റെ നടുവിൽ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥ അണിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. ആ ദേശത്തെ നശിക്കാതെ വണ്ണം അതേ പ്രാർത്ഥിക്കുന്ന ആളുകൾ, തങ്ങളുടെ പ്രിയപ്പെട്ടവരെ സൂക്ഷിക്കണം എന്ന് ദൈവത്തോട് നിലവിളിക്കുന്ന ആളുകൾ, അവർ നിമിത്തം ദേശം സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരെ ആളുകൾ, അവരെ ദൈവം കണക്കിലെടുക്കാതെ ഇരിക്കില്ല. ഇവിടെ ദൈവം അബ്രഹാമിനോട് സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വ്യക്തമായും മനസ്സിലാക്കാൻ കഴിയുന്നതായ വളരെ പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിന് മറിഞ്ഞിരിക്കുന്ന ഒന്നുമില്ല, സകലവും അവന്റെ കണ്ണിന് മുമ്പിൽ നഗ്നവും വളർന്നതുമായി കിടക്കുന്നു. പക്ഷെ എന്നു വരികിലും ദൈവത്തിന് അതിനെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യമുണ്ടെങ്കിലും ആരോടും ഒരു അഭിപ്രായം ചോദിക്കാതെ, ആരുടെയും അനുവാദം ചോദിക്കാതെ പ്രവർത്തിപ്പാൻ അവകാശവും അധികാരവും അതേ പരമാധികാരമുള്ള ദൈവമാണെന്ന് വരികിലും
ദൈവം എന്ത് ചെയ്യുന്നു? തൻ്റെ നീതി അവൻ നിവർത്തിക്കുന്നുവെന്ന് നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആ നേച്ചർ നമുക്ക് നല്ലവണ്ണം മനസ്സിലാക്കുവാൻ കഴിയും. സങ്കീർത്തന പുസ്തകം 19 അധ്യായം അതിന് 9 വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതി ഉള്ളവയാകുന്നു. ദൈവം നീതിമാനായതുകൊണ്ട് ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ വിധികൾ സത്യമായവ ആകണം. അത് ദൈവത്തിന് പൂർണ്ണമായും ബോധ്യം വരേണ്ട ഒരു കാര്യമാണ്. നോക്കൂ, നമ്മളുടെ പ്രാർത്ഥന ദൈവപ്രവൃത്തിയെ ക്ഷണിക്കുന്നു എന്നുള്ളത് സത്യമാണ്. എങ്കിലും ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന്, അല്ലെങ്കിൽ തന്റെ ദൂതന്മാരെ അയച്ച് ഈ ഭൂമിയിലെ അവസ്ഥകൾ പരിശോധിക്കുന്നവനാണ് ദൈവമെന്ന് നമ്മൾ മനസ്സിലാക്കണം. വെളിപ്പാട് പുസ്തകം 16 അധ്യായം അതിന് 7 വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: അതേ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അതേ സ്വർഗത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ കേട്ടുവെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്. ദൈവത്തിന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ. അതുകൊണ്ട് സൊദോം ഗൊമോറയുടെ കാര്യത്തിൽ ദൈവം എന്ത് ചെയ്തു എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നു. അബ്രഹാമിനോട് ദൈവം പറയുന്നു, ഞാൻ ചെന്ന് എൻ്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അറിയും. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ദൈവത്തിന് അതേ സോദോമിലെയും ഗോമോറയിലെയും പാപങ്ങൾ അറിയാതിരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അതിന് ദൈവത്തിന് അവകാശമുണ്ട്. അതേപോലെ തന്നെ അവിടെയുള്ള ജനങ്ങളുടെ പാപത്തെ മറക്കണം എന്ന് ദൈവത്തിന് തോന്നിയാൽ അത് മറക്കാനും ദൈവത്തിന് സാധിക്കും. ഈ ഒരു കാര്യം ദൈവത്തിന്റെ പരമാധികാരത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. നമുക്കും അങ്ങനെയൊക്കെ ഇല്ലേ? നമ്മൾ ഒരുപക്ഷെ നമ്മളുടെ മക്കളുടെ പ്രവൃത്തികൾ, തെറ്റായ പ്രവൃത്തികൾ അറിഞ്ഞവരാണ്. പക്ഷെ അറിഞ്ഞിട്ടും അത് അറിയാതെ അവരുടെ മുമ്പിൽ നമ്മളായിരിക്കില്ലേ? അത് ഓർക്കാതെ നമ്മൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കില്ലേ? അതവർ ചെയ്തിട്ടും അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സ്നേഹപ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ അത് മനഃപൂർവ്വമായി മറന്നു കളഞ്ഞിട്ട് നമ്മൾ പ്രവർത്തിക്കാറില്ലേ? ഇതേപോലെ തന്നെ ദൈവത്തിന് ചെയ്യാൻ കഴിയും. ദൈവം ഇസ്രായേലിനോട് സംസാരിക്കുമ്പോൾ യെശയ്യാപ്രവചനം 43 അധ്യായം 5 വാക്യത്തിൽ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടി ഉണ്ട്, നിന്റെ സന്തതിയെ ഞാൻ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് നിന്നെ ശേഖരിക്കുകയും ചെയ്യും. ഇത് പറയുമ്പോൾ ഇസ്രായേലിന്റെ അകത്യത്തെക്കുറിച്ച് ദൈവത്തിന് പൂർണ്ണമായ ബോധ്യമുണ്ട്. പക്ഷേ എങ്കിലും ദൈവം പറയുന്നു, ഞാനത് ഇപ്പോൾ ഓർക്കാതെയാണ് നിങ്ങളോട് ഇത് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും ദൈവം ചില നന്മകളും അനുഗ്രഹങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നീതിമാന്മാരായിട്ടല്ല ദൈവം അത് ചെയ്തത്. നമ്മൾ വിശുദ്ധനായതുകൊണ്ടല്ല ദൈവം അത് ചെയ്യുന്നത്. നമ്മൾ ആ കാര്യം ഒരിക്കലും മറന്നു പോകരുത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ദൈവം എന്തെങ്കിലും എനിക്ക് ഉപകാരം ചെയ്യുന്നത് എൻ്റെ നീതി കണ്ടിട്ടാ, അല്ലെങ്കിൽ എൻ്റെ വിശുദ്ധി കണ്ടിട്ടാ. ഞാൻ ഇന്ന പണം ഇന്നൊരു ആലയത്തിൽ, അല്ലെങ്കിൽ ഒരു സഭയിൽ, അല്ലെങ്കിൽ ഒരു പള്ളിക്ക് ഞാൻ കൊടുത്തത് കൊണ്ടാണ് ദൈവം ഇതെനിക്ക് ചെയ്തത്. നോ, അതുകൊണ്ടല്ല. മറിച്ച് ദൈവം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇസ്രായേലിനോട് ദൈവം എങ്ങനെയാണോ പെരുമാറിയത് അതുപോലെ നമ്മോട് പെരുമാറാറുണ്ട്. ഇവിടെ പറയുന്ന പോലെ ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിലെ അകൃത്യങ്ങളെ കുറിച്ച് ദൈവത്തിന് ബോധ്യമുണ്ട്. എന്നാൽ ദൈവം തൻ്റെ അധികാരത്തിൽ, തൻ്റെ പരമാധികാരത്തിൽ ദൈവം അത് മറന്നുകൊണ്ട്, അത് തൽക്കാലത്തേക്ക് ദൈവം ക്ഷമിച്ചുകൊണ്ട് ദൈവം അവരോട് പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. അതേപോലെ തന്നെ യെരമ്യാ പ്രവചനം 31 അധ്യായം 34 വാക്യത്തിൽ, ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃത്തം എല്ലാവരും എന്നെ അറിയും, ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം ഇനി ഓർക്കുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. പാപം ജനത്തിനിടയിൽ നിലനിൽക്കുമ്പോൾ തന്നെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അവരുടെ പാപം മറന്നുകൊണ്ട് ദൈവം പ്രവർത്തിക്കുന്നുവെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ദൈവത്തിന് തന്നിൽ തന്നെ ഇങ്ങനെയുള്ള അധികാരവും അവകാശവും ഉണ്ടെന്നുള്ള കാര്യവും നമ്മൾ മറന്നു പോകരുത്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഞാൻ ചിന്തിക്കുന്നത്, എൻ്റെ വിശുദ്ധി കണ്ടിട്ടല്ല ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഞാൻ ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തനായതുകൊണ്ടുമല്ല ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. എനിക്കങ്ങനെ അവകാശപ്പെടുവാനോ എനിക്കങ്ങനെ വിശ്വസിക്കുവാനോ കഴിയത്തില്ല. കാരണം ദൈവത്തിന്റെ സ്വഭാവം അതാണ്. ഞാൻ പാപിയായിരിക്കുമ്പോൾ തന്നെ അവൻ എന്നെ സ്നേഹിച്ചില്ലേ? അതേപോലെ തന്നെ ഞാൻ അവിശ്വസ്തനായിരിക്കുമ്പോൾ തന്നെ അവൻ എന്നോട് വിശ്വസ്തത കാണിക്കുന്നില്ലേ? എന്തുകൊണ്ടാണ്? എൻ്റെ പാപങ്ങളെ അവൻ മറക്കുന്നത് കൊണ്ടോ ഓർക്കാത്തത് കൊണ്ടോ, അതേപോലെ തന്നെ തൻ്റെ കരുണ എൻ്റെ മേൽ ദൈവം കാണിക്കുന്നത് കൊണ്ടാണ് അവൻ എന്നെ പരിഗണിക്കുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും ദൈവസന്നിധിയിൽ അതിന് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മളുടെ പ്രവൃത്തികൾ ദൈവത്തിനു മുമ്പാകെ നീതിക്ക് കാരണമാകുന്നു എന്ന് വിശ്വസിക്കുന്നതിലൂടെ നമ്മൾ ദൈവത്തിന്റെ കരുണയെ നിരസിക്കുകയാണ് ചെയ്യുന്നത്.
ദൈവത്തിന്റെ ആ മഹാദയെ നമ്മൾ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. മനുഷ്യന്റെ പ്രവൃത്തികൾ ഒരിക്കലും ദൈവത്തിന് മുമ്പാകെ പൂർണ്ണതയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ പുണ്യപ്രവൃത്തികൾ അതേ കറ പുരണ്ട തുണി പോലെയാണ്. നിങ്ങൾ എന്തു ചെയ്താലും നിങ്ങളിൽ പാപമുള്ളിടത്തോളം കാലം നിങ്ങളിൽ ഏത് പുണ്യപ്രവൃത്തിയും അതേ കറ പുരണ്ട തുണി പോലെ മാത്രമേ ദൈവത്തിന് തോന്നുകയുള്ളൂ. ദൈവത്തിന് നിങ്ങളെ പൂർണ്ണമായിട്ടും അത് നിമിത്തം അംഗീകരിക്കാൻ കഴിയത്തില്ല. പക്ഷെ ദൈവം നമ്മളെ അംഗീകരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം കർത്താവ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് ദൈവം തന്നതായ ആ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതേ കാര്യം തന്നെയാണ് ഇവിടെ അബ്രഹാമിനോട് ദൈവം പറയുന്നത്, അതെ ഞാൻ അവിടെ ചെന്ന് അറിയും, ആ ജനം അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ അറിയും. അതുകൊണ്ട് ദൈവം ഇവിടെ പറയുന്നു, അവനെല്ലാം അറിയാമെങ്കിലും താൻ പറയുന്നു, ഞാൻ അവിടെ ചെന്ന് അത് നോക്കി അറിയും എന്ന് പറഞ്ഞു. ഈ കാര്യങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം, നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കണം. നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, നമ്മളുടെ സമീപനം എന്താണ്, നമ്മുടെ പ്രവൃത്തികളെ വിശ്വസിച്ചുകൊണ്ട് അതാണ് എന്നെ ദൈവ മുമ്പിൽ സ്വീകാര്യനാക്കിയതെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അതൊരിക്കലും ദൈവത്തിന്റെ നീതിയെ നിങ്ങളിൽ നിവർത്തിപ്പാൻ കഴിയുന്നതായ ഒരു സമീപനമല്ല. മറിച്ച് നമുക്ക് വേണ്ടത്, ദൈവമേ നിന്റെ കരുണ, നിന്റെ സ്നേഹം, നീ ന്യായാധിപതി ആയതുകൊണ്ട്, നീ നീതിമാനായ ന്യായാധിപതി ആയതുകൊണ്ട് എന്നോട് നിനക്ക് കരുണ തോന്നുന്നത് കൊണ്ടാണ് ഞാൻ നിലനിൽക്കുന്നതെന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അങ്ങനെയുള്ളവർക്ക് എന്താണ് ലഭിക്കുന്നത്? ആ ദൈവത്തിന്റെ കരുണയും സ്നേഹവും അവർക്ക് അനുഭവിക്കാൻ കഴിയും. നമ്മൾ എത്രത്തോളം നമ്മുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞു എന്ന് വരികിലും നമ്മൾ ഒരിക്കലും തന്നെ വിശുദ്ധന്മാരായി മാറുന്നില്ല. കാരണം ദൈവത്തിന്റെ മുമ്പാകെ നമ്മുടെ പ്രവൃത്തികളല്ല നമ്മെ നീതീകരിക്കുന്നത്. അതേ കർത്താവ് യേശുക്രിസ്തു മൂലം നമുക്ക് വേണ്ടി ദൈവം ചെയ്തതായ പ്രവൃത്തികളാലാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് പുകഴുവാനും നമുക്ക് പ്രശംസിപ്പാനും അതേ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. എൻ്റെ പ്രവൃത്തിയോ, എൻ്റെ വീട്ടുപേരോ, എൻ്റെ പേരോ, അല്ലെങ്കിൽ എൻ്റെ ജോലിയോ, എൻ്റെ ചുറ്റുപാടോ, എൻ്റെ വീടോ, എൻ്റെ വാഹനങ്ങളോ, എൻ്റെ സ്ഥലങ്ങളോ, എൻ്റെ വസ്തുക്കളോ, ഇതൊന്നിലുമല്ല എൻ്റെ പ്രശംസ വരുന്നത്. എൻ്റെ പ്രശംസ വരുന്നത് കർത്താവായ യേശുക്രിസ്തുവിൽ മാത്രമാണ്. അതിലേക്ക് നമുക്ക് കടന്നു വരുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിന്റെ സമീപനങ്ങളിൽ അതേ ദൈവത്തോടുള്ള ബന്ധത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാകട്ടെ. അതെ, നമ്മുടെ പ്രവൃത്തികളല്ല നമ്മെ ദൈവത്തിനു മുമ്പാകെ നീതീകരിക്കുന്നത്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. വാസ്തവമായിട്ടും ദൈവത്തിന്റെ ആ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്നു, കർത്താവെ, ഞങ്ങളുടെ പ്രവൃത്തികളല്ല ഞങ്ങൾ നീതീകരിക്കപ്പെടുന്നത്. അങ്ങ് ഞങ്ങൾക്ക് തരുന്നതായ സന്തോഷവും സമാധാനവും, അങ്ങ് ഞങ്ങൾക്ക് തരുന്നതായ എല്ലാവിധമായ നന്മകളും ഞങ്ങളുടെ പ്രവൃത്തിയോ, ഞങ്ങൾ യോഗ്യന്മാരായതുകൊണ്ടോ, ഞങ്ങൾ നീതിമാന്മാരായതുകൊണ്ടോ ലഭിക്കുന്നതല്ല. നിന്റെ കരുണയാണ് അതിന് കാരണമെന്ന് ഞങ്ങൾ പൂർണ്ണമായി അറിയുന്നു കർത്താവ്. അതിനാൽ തന്നെ ദൈവത്തിന്റെ മുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ എല്ലാവരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഈ വചനം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഈ വചനം അനേകരുടെ കണ്ണുകൾ തുറക്കപ്പെടുവാൻ ഇടയാക്കണമേ. ആത്മീയമായി ദൈവസന്നിധി താഴുവാനും ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ചുള്ള ജീവിതം നയിപ്പാനും എന്നെ കേൾക്കുന്ന എല്ലാവരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ അറിയിക്കുക. ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. കൂടുതൽ ദൈവവചനം അറിയുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.